വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു മക്രോണി വെച്ചിട്ടുള്ള സിമ്പിളായിട്ടൊരു സ്നാക്സാണ്. വളരെ ക്രിസ്പിയുമാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്സാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്. എല്ലാവർക്കും മക്രോണി വീട്ടിൽ ഉള്ള സാധനമാണ്. അത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. മക്രോണി വെച്ചൊരു നല്ല സ്നാക്സാണ്. ഇതും കറുമുറുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം മക്രോണി ഉപ്പ് ഇട്ട് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ചെറിയ കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കണം. അത് ഇട്ട് കൊടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് പിടിപ്പിക്കണം. ചെറിയ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്ന അത്രയ്ക്കും വലിയ കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി പൗഡർ ആയിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് വെച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ഞാൻ മക്രോണി വേവിച്ചപ്പോൾ ചേർത്തായിരുന്നു. ഇനി വേണമെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇത് എല്ലായിടത്തും നല്ല മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തും പിടിക്കണം. ഈ മക്രോണി കട്ട പിടിച്ച് കിടക്കല്ലേ, ഇത് കണ്ടില്ലേ. ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് നല്ല ഉണക്കി എടുക്കണം മക്രോണി. എന്നാൽ മാത്രമേ ഇങ്ങനെ വേറെ വേറെ കിട്ടത്തുള്ളൂ. എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊടി തൂക്കി കൊടുക്കാൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അത് തന്നെയുമല്ല, ഇത് ഡ്രെയിൻ ചെയ്ത് നന്നായി വെള്ളം കളഞ്ഞതിന് ശേഷം മക്രോണി വെച്ചിട്ട് ഈ പൊടിയൊക്കെ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല. ഓയിൽ ഒഴിക്കാൻ മറക്കല്ല, എന്നാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മക്രോണി കട്ട കെട്ടാതെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് നമുക്കൊരു പാനിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മക്രോണി ഇടാവേ. മക്രോണി കുറേശ്ശേ ഇട്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് വറുത്തെടുക്കണം. മക്രോണി നല്ലോണം മൂത്ത് വരുന്നുണ്ട്. ഏകദേശം കളറൊക്കെ മാറി ഒരു സൗണ്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കണം. ഇത് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ നല്ലൊരു സ്നാക്കാണ്. പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടപ്പെടും. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. മക്രോണി കയ്യിലുണ്ട് ഇങ്ങനെയുള്ള സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ ഡാർക്ക് ആകുമ്പോഴത്തേക്ക് കോരാം. അപ്പോഴത്തേക്ക് ഒരു സൗണ്ടൊക്കെ നിൽക്കും. ആ സമയമാകുമ്പോഴത്തേക്ക് കോരിയെടുക്കണം. പിന്നെ ഇത് പൊട്ടിത്തെറിക്കാൻ ഉള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് ഇത് മാറി നിന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. ഇനി മക്രോണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് കോരിയെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള മക്രോണി ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. അതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളും ചേർക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്കിത് കോരാം. മക്രോണി എല്ലാം ഞാൻ കറുമുറ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ഒട്ടിയുന്ന ഭാഗത്തിനാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ചേരുവ ചേർക്കാണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാവേ. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി ഈ മക്രോണി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണം വറുത്തെടുക്കാനേ. അപ്പം മീൻസ് കിച്ചൻ്റെ പുതിയ സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.